ലോസ് ഏഞ്ചലസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫയറിനെ പറ്റി പലതരത്തിലുള്ള സമ്മിശ്ര അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് കേട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കാരണം ട്രംപ് അധികാരത്തിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ഭരണം തുടങ്ങുകയാണ്. ഇനിയൊരു 5-6 ദിവസം ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം അധികാരം ഏറ്റെടുക്കുകയാണ്. കാലിഫോർണിയ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് അല്ല. കാരണം റിപ്പബ്ലിക്കൻസിന് ഇവിടെ യാതൊരു സ്വാധീനവുമില്ല. ഇതൊരു ഡെമോക്രാറ്റിക് ട്രംപിൻ്റെ എതിർ പാർട്ടിയുടെ ഒരു പ്രദേശമാണ് കാലിഫോർണിയ. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വളരെ കുറവ് പോക്കറ്റുകളിലുള്ള സ്വാധീനം മാത്രമേ ഈ ഇലക്ഷന് ട്രംപിന് കൂടുതൽ വോട്ട് ഇവിടെ ലഭിച്ചിരുന്നുവെങ്കിലും വളരെ കുറവ് മാത്രമാണ് ഇവിടെ സ്വാധീന മേഖല ട്രംപിൻ്റെ. അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഇവിടെ തീ വന്ന് ഒരു ട്രംപ് മുൻകൂട്ടി പറഞ്ഞിട്ട് അദ്ദേഹം കാലിഫോർണിയയെ ശിക്ഷിക്കും. കാരണം ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ, അൺഡോക്യുമെന്റഡ് മെക്സിക്കോ ബോർഡറിൽ നിന്നൊക്കെ ആൾക്കാരെ കരുതി കൂട്ടി കടത്തി കൊണ്ടുവന്ന് ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടി കാലിഫോർണിയയും അതോടൊപ്പം തന്നെ അമേരിക്കയും നശിപ്പിക്കുന്നു എന്ന് ട്രംപ് മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ വരുമ്പോൾ കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ കൃഷിയിൽ ഹോളിവുഡ്, IT, സിലിക്കൺ വാലി, ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാവാൻ കഴിവുള്ളതാണ് കാലിഫോർണിയ എന്ന അമേരിക്കയുടെ ഈ സംസ്ഥാനം. കാരണം അത്രമാത്രം ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കാലിഫോർണിയക്ക് എന്ത് സംഭവിച്ചാലും അത് അമേരിക്കയും മൊത്തമായിട്ടും ഒപ്പം തന്നെ ലോകത്തെയും ബാധിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഡെമോക്രാറ്റുകൾ പല ഈ തീ ഒരുപക്ഷെ അവരിട്ടതായിരിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതൊരു വലിയൊരു കോൺസ്പിറസി തീരം. പക്ഷെ തീ അണയ്ക്കാനായിട്ട് അവര് ഒരു അവരുടെ ഉത്സാഹക്കുറവുണ്ടായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിലിരിക്കുന്ന ഇവിടെ കാരൻ ബാസാണ് ഇവിടുത്തെ മേയർ, ലോസ് ഏഞ്ചലസ് മേയർ. ഗവിൻ ന്യൂസം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗവർണർ, അതായത് ഈ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് തുല്യമായ ആള്. അപ്പൊ കാരൻ ബാസ് ഗാനയിലായിരുന്നു ഈ തീ കത്തിപ്പടരുന്ന സമയത്ത്. തീ അണയ്ക്കുന്നതിന് വേണ്ടി അവര് മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഇത്ര വലിയൊരു തീ വരുമ്പോ ഇപ്പോഴാണ് ടെക്സസിൽ നിന്നുള്ള ഫയർ ഫൈറ്റേഴ്സ് ഒക്കെ വന്നു തുടങ്ങുന്നത് പാലിസൈഡ്സിൽ തീ കടത്താൻ. തന്നെയുമല്ല, ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഫീമ, ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് അസിസ്റ്റൻസ്, അത് അവരൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫെഡറൽ എമർജൻസി മാനേജ്മെന്റിനൊക്കെ ഡിപ്ലോയ് ചെയ്ത് ആക്ടിവേറ്റ് ആക്കിയാലാണ് ഇതിൽ പെട്ടെന്ന് അതിനൊക്കെ ഒരു ഉത്സാഹക്കുറവ് ഇവിടുത്തെ ഭരണകൂടം കാണിച്ചു. അത് ട്രംപിനെ കൊച്ചാക്കി കാണിക്കാനും തന്നെയുമല്ല കൂടുതൽ ഫെഡറൽ ഫണ്ടുകൾ വാങ്ങിയെടുക്കുക. മുൻകാലങ്ങളിൽ ഗവിൻ ന്യൂസും ഇപ്പൊ ഞാനൊക്കെ താമസിക്കുന്ന മേഖലയില് ഞാൻ താമസിക്കുന്നത് ഈ മലയുടെ മുകളിലാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ മലയുടെ മുകളിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഒരിക്കൽ മഞ്ഞ് പെയ്ത സമയത്ത് ഗവിൻ ന്യൂസം ആ മഞ്ഞ് ഒരു 3 ആഴ്ച 1 മാസത്തോളം കാലം അദ്ദേഹം വൈകിപ്പിച്ചു മഞ്ഞ് റിമൂവ് ചെയ്യുന്നതിന്. അപ്പൊ അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫെഡറൽ ഫണ്ട് വാങ്ങിയെടുക്കുക. ഫെഡറൽ ഫണ്ട് ഈ പാർട്ടി വാങ്ങിയെടുത്ത് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് രാഷ്ട്രീയം അറിയുന്നവർ പറയുന്നത്. അപ്പൊ ഇവിടെ വലിയൊരു ഫണ്ടിങ് വരുത്തുന്നതിന് വേണ്ടിയിട്ടും കരുതി കൂട്ടി ഇത്രയുള്ള പ്രകൃതി ക്ഷോഭങ്ങള്, കാട്ടുതീ, മഞ്ഞ് പോലെയുള്ള സംഭവങ്ങളെ കരുതി കൂട്ടി ഇത് ചെയ്യുക, അതിന് വഷളാക്കി വെടക്കാക്കി തനിക്കാക്കാന്നൊക്കെ ഉള്ളൊരു ചൊല്ലുണ്ടല്ലോ. അതേ പ്രവൃത്തിയാണ് ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി ചെയ്യുന്നത് എന്നാണ്. ബൈഡൻ ഇതിൽ പങ്കെടുക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇനി ഒരാഴ്ച അധികാരത്തിലുള്ളൂ. അദ്ദേഹം ഫോക്കസ്ഡ് ചെയ്തിരിക്കുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ബോംബുകളാണോ റഷ്യനെ കുറിച്ചാണ്. കാലിഫോർണിയ ഫയർ ബൈഡൻ നോക്കുന്നേ ഇല്ല. അപ്പൊ ട്രംപിനെ കൊച്ചാക്കി കാണിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു ഇതാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേര് മോശപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഫയറിനെ വഷളാക്കുന്നത് എന്നാണിത്. ഇന്നലത്തെ ഒരു പത്രസമ്മേളനത്തിൽ കാരൻ ബാസിനോട് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ ഒരു വിഷയമായിട്ട് വരാനിരിക്കുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് താങ്കൾ സംവദിച്ചോ? കാരൻ ബാസ് ഒരു തരം
ഒന്നുമല്ലാത്ത ഉത്തരമാണ്. ഞാൻ അവിടെ അവരോട് പറഞ്ഞു ഇവരോട് പറഞ്ഞു എന്നല്ലാതെ വ്യക്തമായിട്ട് കാരൻ ബാസ്, കാരണം അടുത്ത ഒരാഴ്ച അധികാര കൈമാറ്റമാണ് വാഷിംഗ്ടൺ ഡിസിയില്. മേയറായ കാരൻ ബാസ് ട്രംപിനെ നേരിട്ട് വിളിച്ച് ഇവിടെ ഫയർ ഉണ്ട്, ഞങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്നാലാണ് അദ്ദേഹം കയറി അപ്പൊ തന്നെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സംശയിക്കേണ്ടത് ഡെമോക്രാറ്റിക് പാർട്ടി കരുതിക്കൂട്ടി ട്രംപിനെ കരിവാരി തേക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത് എന്ന് വേണം കരുതാനായിട്ട്. ലോസ് ഏഞ്ചലസ് തീ ഇനിയും ആളി കത്തും. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെയെല്ലാം തണുപ്പ് കാലമാണ്. എന്നിട്ട് പോലും ഫയർ ഇത്രയും കത്തിപ്പാട്ടിരുന്നതിന് കാരണം എന്ന് പറയുന്നത് കാറ്റാണ്. കാറ്റ് അതൊരു ഘടകമാണ്. പക്ഷെ ഇവര് ഇത്രയും സഹായം ചോദിച്ചാൽ ബൈഡനാണ് ഇപ്പൊ അധികാരത്തിൽ. ഏത് ഫെഡറൽ ഏജൻസി വേണമെങ്കിലും, മിലിറ്ററി, നാഷണൽ ഗാർഡ് തൊട്ട് ആര് വേണമെങ്കിലും ഇറക്കി ഫയർ ഇല്ലാണ്ടാക്കാൻ നിസ്സാര കേസുള്ളൂ. അത് ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ വേറൊരു ഘടകം ആഗോള താപനം. നമ്മളൊക്കെ ഇനി ഇത് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആഗോള താപനത്തിന്റെ ഒരു ഘടകമാണ്. ഇത്തരം വിന്ററിൽ പോലും തീ കത്തിപ്പാട്ടുക, കാട്ടുതീ ഉണ്ടാക്കുക എന്നതിന് അർത്ഥം നമ്മള് സൂക്ഷിക്കണം. ഓരോ വ്യക്തികളും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാലമായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പൊ നടക്കുന്ന ഇത് അമേരിക്കയോട് വിരോധമുള്ളവര്, അതുമല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ അമേരിക്കയെ നശിപ്പിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു വിഭാഗം ജനങ്ങൾ, ഞാൻ ഇന്നലെ ഈ ഫ്രീവേയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 1-2 സ്ഥലത്ത് ചെറു തീകള് രൂപപ്പെടാണ്. അപ്പൊ അത് കരുതിക്കൂട്ടി തീയിടുന്നതാണെന്നാണ് നമുക്കറിയാൻ സാധിക്കും. കാരണം ഇത്തരം തണുപ്പ് കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു തീ രൂപപ്പെടില്ല. നമുക്കിവിടെ വൈഡ് വിസിബിലിറ്റിയാണ്. അപ്പൊ ദൂരേന്ന് കാണാം പല ഭാഗത്തും ചെറു തീകൾ ഇട്ടിരിക്കുന്നു. തീകൾ കരുതി കൂടി കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവരുടെ പേര് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പൊ തീയിടുക, മനഃപൂർവ്വം കാട്ടുതീ സൃഷ്ടിച്ച് ട്രംപിനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഇതിലുണ്ട് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പൊ ഇത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.